ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന ക്ലാസ്സുകളിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 2 ശമൂവേൽ വരെയുള്ള പുസ്തകങ്ങളാണ് പഠിച്ചു തീർന്നത്. ചരിത്ര പുസ്തകങ്ങളാണ് നാം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തെക്കുറിച്ച് പൊതുവായിട്ടും 1 രാജാക്കന്മാർ പ്രത്യേകമായിട്ടും ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ യോശുവയുടെ പുസ്തകം മുതൽ പഠിച്ച് തുടങ്ങിയപ്പോൾ ചരിത്ര പുസ്തകങ്ങളിലാണ് നിൽക്കുന്നതെന്നറിയാം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ എത്തിയപ്പോൾ 1 ശമൂവേലിലാണ് ബയോഗ്രഫിക്കലായിട്ട് ജീവചരിത്രപരമായിട്ട് അവസാനത്തെ ന്യായാധിപതിയായ ശമൂവേലിനെക്കുറിച്ച്, 1-ാമത്തെ രാജാവായ ശൗലിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള രാജാവായ ദാവീദിനെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുവാൻ ഇടയായത്. 2 ശമൂവേലിലേക്ക് വന്നപ്പോൾ ദാവീദിൻ്റെ ഭരണ കാലഘട്ടമാണ് ആ പുസ്തകത്തിലെ ഏക വിഷയം. ദാവീദ് 40 കൊല്ലമാണ് രാജാവായിട്ടിരുന്നത്. ആ 40 കൊല്ലം എന്ത് സംഭവിച്ചു, അതിനെ 2ആയിട്ട് നമ്മൾ വിഭജിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആദ്യത്തെ 12 അധ്യായങ്ങളിൽ ദാവീദിൻ്റെ ജയങ്ങളും ട്രയംസ് ഓഫ് ഡേവിഡ്, ആൻഡ് 13 to 24 ട്രബിൾസ് ഓഫ് ഡേവിഡ്, ജയങ്ങളും അപജയങ്ങളും കൃത്യം 2ആയിട്ടാണ് ആ പുസ്തകത്തെ തിരിച്ചിരുന്നത്. ഇതിപ്പോൾ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ദാവീദിൻ്റെ കാലത്തിന് ശേഷം ഇസ്രായേൽ ഭരിച്ച രാജാക്കന്മാരുടെ ചരിത്രമാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വരുന്നത്. കണക്റ്റഡായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ രാജഭരണം ആരംഭിക്കുന്നു, അത് തുടരുകയാണ്. 1 രാജാക്കന്മാരിലേക്ക് നാം വരുമ്പോൾ ദാവീദിന് ശേഷമുള്ള ഭരണകർത്താക്കളുടെ രാജാക്കന്മാരുടെ ചരിത്രമാണ് തുടരുന്നത്. പഴയ നിയമത്തിലെ ഇരട്ട പുസ്തകങ്ങളിൽ 2-ാമത്തേതാണ് രാജാക്കന്മാരുടെ പുസ്തകം എന്ന് ഓർക്കുക. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിന് ആകെ 22 അധ്യായങ്ങളുണ്ട്. എഴുത്തുകാരൻ ആരാണെന്ന് വ്യക്തമല്ല. എന്നാൽ യഹൂദ പാരമ്പര്യപ്രകാരം യിരെമ്യാ പ്രവാചകനാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ യിരെമ്യാ പ്രവാചകനാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മൾ പ്രവാചകന്മാരും ഈ കാലഘട്ടത്തിൽ ഉണ്ടായവരായതുകൊണ്ട് അവരെയും കൂടി ചേർത്താണ് ഈ പഠനം മുമ്പോട്ട് പോകുന്നതെന്നുള്ള കാര്യം ഓർക്കാം. 22 അധ്യായങ്ങളുള്ള രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തെ വിഭജിക്കുന്നത് 1 മുതൽ 11 വരെ, 12 മുതൽ 22 വരെ. നമ്മൾ 2 ശമൂവേൽ വിഭജിച്ചതുപോലെ കൃത്യം 2ആയിട്ടാണ് 1 രാജാക്കന്മാരുടെ പുസ്തകത്തെയും വിഭജിക്കുന്നത്. അതിൽ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ശലോമോൻ്റെ വാഴ്ചയാണ് വിഷയം. 40 വർഷം ശലോമോൻ രാജാവായിട്ടിരുന്നു ദാവീദിന് ശേഷം. ആ കാര്യങ്ങളാണ് ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ഉള്ളത്. 12 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ വിഭജിക്കപ്പെട്ട ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ 80 വർഷത്തെ ചരിത്രം. ശലോമോന് ശേഷം രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു. ബൈബിൾ സർവേയിൽ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളത് ഓർക്കുക. ആ വിഭജിക്കപ്പെട്ട ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ആദ്യത്തെ 80 വർഷത്തെ ചരിത്രമാണ് 12 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിലുള്ളത്. പക്ഷേ അവിടെ ഒരു കാര്യം നമുക്ക് എടുത്തു പറയാനുള്ളത്, 17 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ ഏലിയ പ്രവാചകനെയും നാം കാണുന്നുണ്ട്. വാസ്തവത്തിൽ 17-ാം അധ്യായം തുടങ്ങിയാൽ പിന്നെ ഏലിയാവിൻ്റെ ശുശ്രൂഷയാണ് വരുന്നത് എന്ന് ഓർക്കുക. പൊതുവായിട്ട് രാജാക്കന്മാരുടെ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ ആദ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ദൈവരാജ്യത്തിൻ്റെ മേൽ മനുഷ്യ രാജാക്കന്മാരുടെ ഭരണം ചിന്തിച്ച്, ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ, അവരെ വാസ്തവത്തിൽ ആരാ ഭരിക്കേണ്ടത്? ദൈവം തന്നെയാണ് ഭരിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഒരു രാജാവിനെ ചോദിച്ചപ്പോൾ അവർ എന്നെ തള്ളി എന്ന് ദൈവം പറയാൻ ഇടയായത്. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ പഠിച്ചത് ഓർക്കണം കേട്ടോ. അപ്പോൾ ആ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മേൽ മനുഷ്യരായ രാജാക്കന്മാരുടെ ഭരണം വരികയാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ, ഭൂമിയിലെ സിംഹാസനം സ്വർഗത്തിലെ സിംഹാസനവുമായി ചേർന്ന് പോകേണ്ടതായിരുന്നു, അങ്ങനെ ചേർന്ന് പോകുന്നില്ല എന്നുള്ളതാണ് രാജാക്കന്മാരുടെ പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദി ത്രോൺ ഓൺ എർത്ത് വാസ് നോട്ട് ഗോയിങ് ഇൻ ട്യൂൺ വിത്ത് ദ ത്രോൺ ഇൻ ഹെവൻ. രണ്ടും തമ്മിൽ ശരിക്ക് ചേർന്ന് പോകാതിരുന്നത് കൊണ്ടുണ്ടായ ദുര്യോഗങ്ങളാണ് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നത്. ലോക രാജ്യങ്ങളെയും അവരവരെ തന്നെയും ഭരിക്കുന്നതിനുള്ള മനുഷ്യൻ്റെ കഴിവുകേടിൻ്റെ ചരിത്രമാണ് വാസ്തവത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം വെളിപ്പെടുത്തുന്നത്. ഈ മാൻ അണേബിൾ ടു റൂൾ ഹിംസെൽഫ് ആൻഡ് നേഷൻസ്. അവരവരെ തന്നെ ഭരിക്കാൻ കഴിയുന്നില്ല, എന്നിട്ട് വേണ്ടേ രാജ്യങ്ങളെ ഭരിക്കുവാനായിട്ട്. അവരവരെയും ലോകരാജ്യങ്ങളെയും ഭരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ ഒരു പരിതാപകരമായ അവസ്ഥയാണ് രാജാക്കന്മാരുടെ പുസ്തകം വെളിപ്പെടുത്തുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം ദാവീദ് രാജാവിൽ ആരംഭിച്ച് ബാബേൽ രാജാവിലാണ് അവസാനിക്കുന്നത്. മനസ്സിലായോ? ദാവീദ് രാജാവാണ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത്, പക്ഷേ അവസാനം വരുമ്പോൾ ബാബേൽ രാജാവ് വന്നവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. ദേവാലയ നിർമ്മാണ വിവരണത്തോടാണ് പുസ്തകം തുടങ്ങുന്നത്.
രാജാക്കന്മാരുടെ പുസ്തകം തുടങ്ങുമ്പോൾ ശലോമോൻ ദൈവാലയം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ പുസ്തകം അവസാനിക്കുമ്പോൾ ഈ പണിത ദൈവാലയം ചുട്ട് നശിപ്പിക്കുന്നതാണ് നാം കാണുന്നത്. ദൈവാലയ നിർമ്മാണത്തോടെ ആരംഭിക്കുന്നു, ദൈവാലയം ചുട്ട് നശിപ്പിക്കുന്നതോടെ പുസ്തകം അവസാനിക്കുന്നു. ദാവീദിൻ്റെ ആദ്യ പിൻഗാമിയായ ശലോമോനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി, എന്നാൽ അവസാനത്തെ പിൻഗാമിയായ യെഹോയാക്കീമിനെ കുറിച്ച് പറഞ്ഞാണ് പുസ്തകം അവസാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല പ്രത്യേകതകൾ രാജാക്കന്മാരുടെ പുസ്തകത്തിന് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ചുരുക്കത്തിൽ ശലോമോൻ്റെ വാഴ്ച മുതൽ ബാബേൽ പ്രവാസം വരെ എന്ന് വേണമെങ്കിൽ പറയാം. രാജാക്കന്മാരുടെ പുസ്തകം വെളിപ്പെടുത്തുന്നത് ശലോമോൻ്റെ വാഴ്ച മുതൽ ബാബേൽ പ്രവാസം വരെയുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത് എന്ന് 2 രാജാക്കന്മാർ 10-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിലുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 10-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. ആ കാലത്ത് യഹോവ ഇസ്രായേലിനെ കുറച്ച് കളവാൻ തുടങ്ങി. ഹസായേൽ ഇസ്രായേലിൻ്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. ആ കാലത്ത് യഹോവ ഇസ്രായേലിനെ കുറച്ച് കളവാൻ തുടങ്ങി. ഹസായേൽ ഇസ്രായേലിൻ്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു. അപ്പോൾ ഇവർ കുറഞ്ഞു പോയത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ്. അതാണ് കാണേണ്ടത്. യഹോവ ഇസ്രായേലിനെ കുറച്ച് കളവാൻ തുടങ്ങി. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിലെ സിംഹാസനം ദൈവസിംഹാസനവുമായിട്ട് ചേർന്ന് പോകാതിരുന്നത് കൊണ്ട് ദൈവത്തിന് ഇടപെടേണ്ടതായിട്ട് വന്നു. ദൈവം ഇസ്രായേലിനെ കുറച്ച് കളവാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടതായി വന്നു. കുറേ കാലം പ്രവാസത്തിൽ താമസിക്കേണ്ടതായിട്ട് വന്നു. രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കണമെന്ന് തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ വന്നോ എന്ന് എനിക്കറിയാൻ പാടില്ല. വിഭജിക്കപ്പെട്ട ഇസ്രായേൽ രാജ്യത്തിൻ്റെ 80 കൊല്ലത്തെ ചരിത്രമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ യുണൈറ്റഡ് കിങ്ഡം ഡിവൈഡഡ് ആയതെന്നുള്ളത് അറിയണം. ഏകീകൃതമായിരുന്ന സാമ്രാജ്യം എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടത്, അങ്ങനെ എത്ര കാലം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു രത്നച്ചുരുക്കം നമ്മുടെ മനസ്സിൽ വേണം. ശലോമോന് ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന ഏകീകൃത രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. അപ്പോൾ ഏകീകൃത രാജ്യത്തെ ഭരിച്ച 3 രാജാക്കന്മാരേ ഉള്ളൂ. ആരൊക്കെയാണ്? ശൗല്, ദാവീദ്, ശലോമോൻ. ഈ 3 രാജാക്കന്മാരും 40 കൊല്ലം വീതം ഭരിച്ചു. അവരുടെ കാലം കഴിഞ്ഞപ്പോൾ സാമ്രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ, യഹൂദ. പിന്നീട് നാം പുസ്തകം ഇനി വായിക്കുമ്പോൾ ഇത് പലർക്കും മനസ്സിലാകാതെ പോകുന്നത് ഇസ്രായേലാണോ യഹൂദയാണോ എന്നുള്ളത് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഇടയ്ക്ക് ഇസ്രായേലിൻ്റെ കാര്യം പറയും, പിന്നെ യഹൂദയുടെ കാര്യം പറയും. അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ മനസ്സിലൊരു ക്ലാരിറ്റി വേണം ബൈബിൾ കൃത്യമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ എന്താണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ, ഇനി മുതൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 10 ഗോത്രങ്ങൾ ചേർന്ന വടക്കൻ സാമ്രാജ്യം എന്നാണ് അർത്ഥം. യഹൂദ എന്ന് പറഞ്ഞാൽ 2 ഗോത്രങ്ങൾ മാത്രമുള്ള തെക്കൻ സാമ്രാജ്യം. അപ്പം വടക്കും തെക്കുമായിട്ടാണ് 2ആയിട്ട് പിരിഞ്ഞത്. വടക്ക് ഇസ്രായേൽ 10 ഗോത്രങ്ങൾ, തെക്ക് യഹൂദ എന്നാണ് അറിയപ്പെടുന്നത്. 2 ഗോത്രങ്ങളേ ഉള്ളൂ. ആ 2 ഗോത്രങ്ങളുടെ പേര് പറയുന്നതായിരിക്കും എളുപ്പം, അല്ലേ? തെക്കൻ രാജ്യമായ യഹൂദയും ബെന്യാമീനും ഈ 2 ഗോത്രങ്ങൾ മാത്രമാണുള്ളത്. ബാക്കി 10ഉം വടക്കൻ രാജ്യമായ ഇസ്രായേലിലാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന വടക്കൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ശമരിയ. അതുകൊണ്ടാണ് ശമരിയയ്ക്ക് പിൽക്കാലത്ത് പ്രാധാന്യം വരുന്നത്, ശേഖയം അല്ലെങ്കിൽ ശമരിയ. എന്നാൽ തെക്കൻ രാജ്യമായ യഹൂദയുടെ തലസ്ഥാനം യെരുശലേം. വടക്കൻ സാമ്രാജ്യമായ ഇസ്രായേലിനെ ആകെ 250 കൊല്ലം 19 രാജാക്കന്മാർ ഭരിക്കുന്നു. 19 രാജാക്കന്മാർ. ബൈബിൾ സർവേ പഠിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ചാർട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതെടുത്ത് നോക്കുന്നത് നന്നായിരിക്കും. 19 രാജാക്കന്മാർ, ആകെ 250 വർഷം. തെക്കൻ രാജ്യമായ യഹൂദ ആകെ 20 രാജാക്കന്മാരാണ് ഭരിച്ചത്. 300 വർഷം അവർ ഭരിച്ചതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ തന്നെയും മറ്റൊരു പ്രത്യേകത കാണാനുള്ളത്, ഈ 19 രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ 19 രാജാക്കന്മാർ പല പല കുടുംബങ്ങളിൽ നിന്നാണ് വന്നത്. എന്നാൽ യഹൂദ ഭരിച്ച 20 രാജാക്കന്മാർ ഒരൊറ്റ കുടുംബത്തിൽ നിന്നാണ് വന്നത്. അത് ദൈവം ദാവീദിനോട് ചെയ്ത ഒരു ഉടമ്പടിയുടെ ഫലമായിട്ടാണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ വിഭജനത്തിൻ്റെ ചരിത്രമാണ് 1 രാജാക്കന്മാരിൽ നാം കാണുന്നത് എന്ന് പൊതുവെ അറിഞ്ഞിരിക്കണം. ഇനി 2 രാജാക്കന്മാരിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ 2 സാമ്രാജ്യങ്ങളും തകരുന്നതാണ്. കൊളാപ്സ് ഓഫ് ബോത്ത് കിങ്ഡംസ്. 2 ഇസ്രായേലും യഹൂദയും രണ്ടും തകരുകയും രണ്ടും പ്രവാസത്തിലേക്ക്, അടിമത്തത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. ഇസ്രായേൽ അശൂർ പ്രവാസത്തിലേക്കും യഹൂദ ബാബേൽ പ്രവാസത്തിലേക്കും പോകുന്നു. പിന്നീട് ആ രണ്ടും
പേർഷ്യൻ ആധിപത്യത്തിൽ ആകുന്നു. അങ്ങനെയാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നതെന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം. കാരണം ചരിത്രം പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരണമല്ലോ. പണ്ടേ ദൈവം പറഞ്ഞിരുന്നു. നമുക്ക് ആവർത്തന പുസ്തകത്തിലൊന്ന് പോയാൽ, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിസൊബീഡിയൻസ്. നേരത്തെ പറഞ്ഞല്ലോ, യഹോവ ഇസ്രായേലിനെ കുറച്ച് കളവാൻ തുടങ്ങി. അപ്പോൾ ചിലരുടെ മനസ്സിൽ തോന്നി കാണും, അതെന്തൊരു മോശമായി പോയി, ദൈവം അങ്ങനെ കുറയ്ക്കാമോ, അവരെ വളർത്തുകയല്ലായിരുന്നോ വേണ്ടത്? കാരണം ഇപ്പോൾ പ്രവാചകന്മാരൊക്കെ ആണെങ്കിലും നിന്നെ കുറയ്ക്കത്തില്ല, വലുതാക്കുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ദൈവം എന്തുകൊണ്ട് കുറച്ചു എന്ന് ചോദിച്ചാൽ അനുസരണക്കേട് കൊണ്ട്. അത് വളരെ കൃത്യമാണ്. 28-ാം അധ്യായം, ആവർത്തനം 28-ാം അധ്യായം 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ ആദ്യം നമുക്ക് വായിക്കാം. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായി. സകല വസ്തുക്കളുടെയും സമൃദ്ധി ദൈവം അനുഗ്രഹിച്ചു. ആ സമൃദ്ധി ഹേതുവായി നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായക കൊണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? കാര്യങ്ങളുടെ സമ്പത്തും സമൃദ്ധിയും ഉണ്ടായപ്പോൾ ഹൃദയപരമാർത്ഥതയും ഉന്മേഷവും ഇല്ലാതെയാണ് ദൈവത്തെ സേവിച്ചത്. ഒരുപാട് ആളുകളുടെ ബുദ്ധിമുട്ടാണത്. അങ്ങനെ സേവിക്കായക കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. കണ്ടോ, ദൈവം നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അങ്ങനെ ഒരു കാര്യം സംഭവിക്കും എന്ന്. 57-ാം വാക്യം വായിക്കാം. അതേ അധ്യായത്തിലെ 57 ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തിലും സകല വസ്തുക്കളുടെയും ദുർലഭത്വം നിമിത്തം. സമൃദ്ധി ഉള്ളപ്പോഴാണ് ദൈവത്തെ സേവിക്കാതിരുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്ത് വരുന്നു? വസ്തുക്കളുടെ ദുർലഭത്വം നിമിത്തം അവൾ അവരെ രഹസ്യമായി തിന്നും. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുന്ന തരത്തിൽ ക്ഷാമത്തിലേക്ക് പോകുമെന്നായി പറഞ്ഞത് മനസ്സിലായോ? ദുർലഭമാകുകയാണ്. സമൃദ്ധി ഉള്ളപ്പോൾ ദൈവത്തെ ഓർത്തില്ല. അതുകൊണ്ട് ദൈവം അവർക്ക് അനുസരണക്കേട് കാരണം ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നതാണ്. 64 മുതൽ 69 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാലാണ് കംപ്ലീറ്റ് ആകുന്നത്. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതിയുടെയും ഇടയിൽ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യ ദൈവങ്ങളെ നീ സേവിക്കും. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല, നിന്റെ കാലിന് വിശ്രമ സ്ഥലം ഉണ്ടാകുകയില്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. നിന്റെ ജീവൻ നിന്റെ മുൻപിൽ തൂങ്ങിയിരിക്കും. രാവും പകലും നീ പേടിച്ചു പാർക്കും. പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല. നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന പേടി നിമിത്തവും നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യ ആയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നും സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളാമായിരുന്നു എന്നും നീ പറയും. നീ ഇനി കാണുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രയീമിലേക്ക് മടക്കി കൊണ്ടുപോകും. അവിടെ നിങ്ങളെ ശത്രുക്കൾക്ക് അടിയാരും അടിയാട്ടികളുമായി വിൽക്കുവാൻ നിർത്തും. എന്നാൽ നിങ്ങളെ വാങ്ങുവാൻ ആരും ഉണ്ടാകുകയില്ല. ഹോരേബിൽ വെച്ച് ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമത്തിനും പുറമെ മോവാബ് ദേശത്ത് വെച്ച് അവരോട് ചെയ്യുവാൻ യഹോവ മോശയോട് കൽപ്പിച്ച നിയമത്തിൻ്റെ വചനങ്ങൾ ഇവ തന്നെ. ഈ വായിച്ചു കേട്ടതൊന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, എടുത്തു പറയുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് കടന്ന് കയറി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് പണ്ടേന്ന് പറഞ്ഞാൽ ഈ രാജ്യമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആവർത്തന പുസ്തകത്തിൽ വെച്ച് തന്നെ ദൈവം ഇവരെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അത് മാത്രമാണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞിരിക്കുക. കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ, കുറച്ചുകൂടെ അതൊന്ന് ചുരുക്കി കൃത്യതയോടുകൂടി വേണം എന്ന് പറയുകയാണെങ്കിൽ 1 രാജാക്കന്മാർ 11:11 വായിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഇവർക്ക് സാമ്രാജ്യ വിഭജനവും അതുപോലെ തന്നെ പ്രവാസവാസവും ഒക്കെ ഉണ്ടാകേണ്ടതായിട്ട് വന്നത്? ഡിസൊബീഡിയൻസ്, അനുസരണക്കേട് കൊണ്ടാണ്. എൻ്റെ നിയമവും ശലോമോനോട് അരുളി ചെയ്ത് എന്തെന്നാൽ, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല. അത്ര മാത്രം മതിയല്ലോ. കണ്ടോ, എന്താണ് ഇപ്പൊ കാച്ചിക്കുറുക്കി കിട്ടിയില്ലേ? എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായെന്ന് ചോദിച്ചാൽ, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല. നിങ്ങൾ എന്നും ആക്കാം. രാജാവ് പ്രമാണിച്ചില്ലെങ്കിൽ പിന്നെ ജനങ്ങൾ പ്രമാണിക്കുമോ? ശലോമോനോടാ പറയുന്നത് അല്ലേ? അതുകൊണ്ട് ജനങ്ങൾ ദൈവത്തിൻ്റെ നിയമവും ദൈവം കൽപ്പിച്ച കൽപ്പനകളും പ്രമാണിക്കായിക കൊണ്ടാണ്, അനുസരണക്കേട് കൊണ്ടാണ് അവർ പ്രവാസത്തിലേക്കും അന്തർഛിദ്രത്തിലേക്കും പോകേണ്ടി വന്നത്. നമുക്ക് 1 രാജാക്കന്മാരിലേക്ക് മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത് എന്ന് പറഞ്ഞല്ലോ. ഒന്നാമത് ശലോമോൻ്റെ വാഴ്ച, ആദ്യത്തെ 11 അധ്യായങ്ങൾ, 12 മുതൽ വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തിൻ്റെ 80 കൊല്ലത്തെ ചരിത്രം. അപ്പോൾ ആ വിഭജനത്തിൻ്റെ ഒരു രൂപരേഖ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞത്. ശലോമോനാണ് ഏകീകൃത രാജ്യത്തിൻ്റെ
അവസാനത്തെ രാജാവ്. ശലോമോനെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഒരു ജ്ഞാനിയായിരുന്നു എന്നുള്ളതാണ്. ആ ജ്ഞാനം അദ്ദേഹത്തിന് വന്നത് എങ്ങനെയാണെന്നുള്ളത് 1 രാജാക്കന്മാർ 4-ാം അധ്യായത്തിലുണ്ട്. അവിടെ നിന്ന് നമുക്ക് 2-3 വാക്യങ്ങൾ വായിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ശലോമോൻ്റെ ജ്ഞാനമെന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ വേദപുസ്തകത്തിലെ ചില പുസ്തകങ്ങൾ രചിക്കുന്നതിനുള്ള ജ്ഞാനമെന്നാണ്. എന്നാൽ അതിനപ്പുറത്തേക്കുണ്ട്. 4-29 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ 1 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശാലതയും കൊടുത്തു. സകല പൂർവ്വദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രയീമ്യരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. അതാദ്യം ഗ്രഹിക്കുക. ശ്രേഷ്ഠമായ ജ്ഞാനം ലോകത്തിലുണ്ടായിരുന്ന ആരെക്കാളും. അതെങ്ങനെയാണ് വെളിപ്പെട്ടതെന്നുള്ളത് നോക്കിയാട്ട്. സകല മനുഷ്യരെക്കാളും എസ്രാഹ്യനായ ഏഥാൻ, മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർശി എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. ആ കാലഘട്ടത്തിലെ ജ്ഞാനികളുടെ പേരാ പറഞ്ഞു. അവരെക്കാൾ എല്ലാം ജ്ഞാനിയായിരുന്നു. അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. അവൻ 3000 സദൃശ്യവാക്യം പറഞ്ഞു. 3000 സദൃശവാക്യം നമുക്ക് അത്രയും കിട്ടിയിട്ടില്ല എന്ന് ഓർക്കണം. 3000 സദൃശവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. 1005 ഗീതങ്ങൾ എഴുതി. ലെബാനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെ കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സസ്യശാസ്ത്രവും ജന്തുശാസ്ത്രവും, ബോട്ടണി ആൻഡ് സുവോളജി, മനസ്സിലായി, ലൈഫ് സയൻസ് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. ഇപ്പോൾ ജീവപരമായ ശാസ്ത്രത്തെക്കുറിച്ച്, മനുഷ്യരെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും എല്ലാം വിശദമായ പഠനം നടത്തിയ ആളാണ് ശലോമോൻ. അതെങ്ങനെ പഠിച്ചത്? ദൈവം അവന് ജ്ഞാനം കൊടുത്തു. അപ്പോൾ ഈ തുറകളിലൊക്കെ ജ്ഞാനിയായിരുന്നു ശലോമോൻ. അവൻ്റെ ജ്ഞാനം കേൾക്കുന്നതിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരികയും ഒരുപക്ഷെ അങ്ങനെയാണ് നോളജ് ഡിസമിനേറ്റ് ചെയ്തതെന്ന് പറയാം. നോളജ് ഉണ്ടായി, ശലോമോന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അത് അനേക ആളുകൾക്ക് അദ്ദേഹം പങ്കിട്ട് കൊടുത്തു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജ്ഞാനം വെളിപ്പെട്ടത്. അദ്ദേഹം ആലയം പണി തുടങ്ങിയതാണ് ഏറ്റവും പ്രധാനമായിട്ട് 6-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ, ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 480-ാം സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവ് മാസത്തിൽ അവൻ യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. അത് അണ്ടർലൈൻ ചെയ്യണം. കാരണം അത് ശലോമോന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ആലയം പണിതു എന്നുള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലം നമ്മളിതിന് മുമ്പ് പഠിച്ച 2 ശമൂവേൽ പുസ്തകത്തിൽ ഉണ്ട്. ദാവീദിന് ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ നമ്മളന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുക. നീ അല്ല അത് പണിയേണ്ടത്. അതിൻ്റെ കാരണമൊക്കെ ദൈവം ബോധ്യപ്പെടുത്തി. എന്നാൽ അതിനുള്ള സാധന സാമഗ്രികളൊക്കെ വട്ടം കൂട്ടി വെച്ചിരുന്നു. അത് പണിതത് ശലോമോനാണ്. അപ്പോൾ ആലയം പണി തുടങ്ങിയെന്ന് മാത്രമല്ല, അത് പൂർത്തീകരിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 7-8 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ആ പണി പൂർത്തീകരിക്കുന്നത്, പ്രതിഷ്ഠിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ശലോമോൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരുന്നില്ല. 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ആലയം പണിതത് നല്ല കാര്യം, അത് പ്രതിഷ്ഠിച്ചത് നല്ല കാര്യം, പക്ഷെ അവൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരുന്നില്ല. എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. വാസ്തവത്തിൽ ദാവീദിൻ്റെ അവസാനത്തെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. നമ്മൾ ദിനവൃത്താന്തത്തിലേക്ക് വരുമ്പോൾ അത് കാണാം. അദ്ദേഹം ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഇവൻ്റെ ഹൃദയം, ശലോമോൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരിക്കണമെന്നാണ്. പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല. അതിൻ്റെ കാരണം അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു. 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, അവൻ അനേകം ഭാര്യമാരെ എടുക്കാൻ പാടില്ലായിരുന്നു. അനേകം സമ്പത്ത് ഉണ്ടാക്കി, കുതിരകളെ മേടിച്ചു. ഇതെല്ലാം പാടില്ല എന്ന് ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ആവർത്തനം 17-ാം അധ്യായം വായിച്ചാൽ മതി. നമുക്കത് വിശദമായ പഠനമല്ലല്ലോ. അതുകൊണ്ട് ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു. അവൻ്റെ ഹൃദയം ഏകാഗ്രമായിരുന്നില്ല. 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത് അവൻ പൂർണ്ണമായി ദൈവത്തെ അനുസരിച്ചില്ല. തൻ്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണ്ണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. കണ്ടോ? പൂർണ്ണമായി. അപ്പൊ എങ്ങനെ ദൈവത്തെ അനുസരിക്കേണ്ടത്? പൂർണ്ണമായിട്ട് അനുസരിക്കണം. ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്യാൻ പാടില്ല. അപ്പോൾ പൂർണ്ണമായിട്ട് അനുസരിച്ചില്ല, ഹൃദയം ഏകാഗ്രമായിരുന്നില്ല, ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്തു. അതുകൊണ്ട് ദൈവം അവന് വരുത്തിയ വിനകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ആ പുസ്തകത്തിലുണ്ട്. അതെല്ലാം നാം പരിശോധിക്കേണ്ടതാണ്. നമ്മൾ പഠിച്ച സമയത്ത് പഠിച്ച ഒരു കാര്യം ഞാനിവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ശലോമോനെക്കുറിച്ച് ഒരുപാട്
തെറ്റായ ചിന്തകൾ ആളുകളുടെ ഹൃദയത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ സംഭവിച്ചതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിൽ കാണുമോ കാണത്തില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. നമ്മളിതെല്ലാം വിശദമായിട്ട് പഠിച്ചപ്പോൾ പരിശോധിച്ചതാണ്. പക്ഷേ വേദപുസ്തകത്തിൽ 3 പുസ്തകങ്ങളൊക്കെ എഴുതാനായിട്ട് ദൈവം ഉപയോഗിച്ച ആൾ നിത്യതയിൽ കാണുകയില്ല എന്നൊക്കെ പറയുന്നത് എന്ത് പഠിക്കണം എന്ന് നമ്മൾ പണ്ട് പഠിച്ചതാണ്. എങ്കിലും ഈ ചെറിയ ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു 10 കാര്യം ഞാൻ അന്ന് പറഞ്ഞത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. വാട്ട് ടു ലേൺ ഫ്രം സോളമൻ. ശലോമോനിൽ നിന്ന് എന്ത് പഠിക്കണം? 1, ഞാൻ ചതിക്കപ്പെടുവാനും പരാജയപ്പെടുവാനും വളരെ സാധ്യതയുണ്ട്. ഞാൻ ഒരിക്കലും ചതിക്കപ്പെടുകയില്ല, ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്നാരും ചിന്തിക്കരുത്. 2, വിവേചന ബുദ്ധി എപ്പോഴും ആവശ്യമാണ്. നമുക്ക് വിവേചന ബുദ്ധി ഇല്ലെങ്കിൽ നാം അപകടത്തിൽ പെടും. 3, ദൈവിക ആലോചനയ്ക്കായി എപ്പോഴും കാതോർക്കണം. എന്താണ് ദൈവം പറയുന്നത് എന്ന് കേൾക്കുവാൻ എപ്പോഴും. കാരണം തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തിനൊരു കേൾക്കുന്ന ഹൃദയം വേണമെന്ന് പറഞ്ഞു, ദൈവം അത് കൊടുത്തു. എന്നാൽ അതിൽ തുടർന്നില്ല. ദൈവിക ആലോചനയ്ക്കായിട്ട് എപ്പോഴും കാതോർക്കണം. 4, നിങ്ങളുടെ മഹത്വത്തിൽ ഉപരിയായിട്ട് ദൈവമഹത്വം അന്വേഷിക്കണം. ശലോമോന് തൻ്റെ മഹത്വം കയറി വന്നപ്പോഴാണ് ദൈവമഹത്വം കുറഞ്ഞ് പോയത്. 5, പാപത്തെക്കുറിച്ചുള്ള ദൈവിക മുന്നറിയിപ്പുകൾ ഒരിക്കലും അവഗണിക്കരുത്. പാപം എപ്പോൾ വേണമെങ്കിലും നമ്മളെ കീഴ്പ്പെടുത്താം. അതിനാണ് മുന്നറിയിപ്പുകൾ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നീ ഏകാഗ്രമായിരിക്കണമെന്നും വശീകരിക്കപ്പെടരുതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ മുന്നറിയിപ്പുകൾ ഗൗരവമായിട്ട് എടുക്കണം, അവഗണിക്കരുത്. 6, പാപത്തെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് പകരം മാനസാന്തരപ്പെടണം. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണ്? മാനസാന്തരപ്പെടുന്നതിന് പകരം പാപത്തെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യും. വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. 7, ഭൗതിക ആസക്തികളെ അതിജീവിക്കണം. പ്രത്യേകിച്ച് ലൈംഗിക ആസക്തി. ലൈംഗിക ആസക്തി വലിയൊരു പ്രലോഭനമാണ്. എല്ലാ ആസക്തികളെയും അതിജീവിക്കണം പ്രത്യേകിച്ച്. അതുകൊണ്ടാണ് ഈ ആൾക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായി, അവരവൻ്റെ ഹൃദയത്തെ വശീകരിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആസക്തികളെ നാം അതിജീവിച്ചേ മതിയാവുകയുള്ളൂ. 8, വിഗ്രഹാരാധന വിട്ടോടണം. വിഗ്രഹാരാധന സൂക്ഷിച്ച് ഒഴിയണം. ദൈവത്തിന് ആലയം പണിതയാൾ പിന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പോയത് കാണുക. അപ്പോൾ അത് നമുക്കൊരു മുന്നറിയിപ്പാണ്, അറിഞ്ഞിരിക്കണം. 9, ദൈവത്തിൻ്റെ ശിക്ഷണം സ്വാഗതം ചെയ്യണം. 10, നമ്മുടെ സ്വഭാവത്തിൽ മറ്റുള്ളവരെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടെന്ന് കാണുമ്പോൾ നാം അത് ശ്രദ്ധിക്കണം, മാനസാന്തരപ്പെടണം. എൻ്റെ സ്വഭാവം മറ്റുള്ളവരെ തെറ്റായി സ്വാധീനിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ ഞാൻ അവിടെ മാനസാന്തരപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശലോമോനിൽ നമ്മൾ പഠിക്കേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് മുമ്പോട്ട് പോകാം. 1 രാജാക്കന്മാരുടെ പുസ്തകം ആദ്യത്തെ 11 അധ്യായങ്ങളിലാണ് ശലോമോനെ നമ്മൾ കാണുന്നത്. 12 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ വരുമ്പോൾ വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ 80 വർഷത്തെ ചരിത്രമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യം ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞിരുന്നു. 10 ശലോമോന് ശേഷം വിഭജനം, 10 ഗോത്രങ്ങൾ ചേർന്ന് യൊരോബയാം എന്ന് പറയുന്ന രാജാവിൻ്റെ നേതൃത്വത്തിലാണ് ഒരു ഇസ്രായേൽ രാജ്യം ഉണ്ടാക്കുന്നത്. 1 രാജാക്കന്മാർ 11:26 വായിച്ചാൽ യൊരോബയാമിനെ കാണാം. 2 ഗോത്രങ്ങൾ ചേർത്ത് രഹബയാം എന്ന് പറയുന്ന ആളാണ്, അതായത് ശലോമോൻ്റെ മകനാണ്. അദ്ദേഹമാണ് യഹൂദ രാജ്യത്തെ കരുപിടിപ്പിക്കുന്നത്. 11:26 സെരേദയിൽ നിന്നുള്ള എഫ്രൈമിനായ നെബാത്തിന്റെ മകനായ യൊരോബയാം എന്ന ശലോമോന്റെയും യൊരോബയാം ആ പേര് കാണാൻ വേണ്ടിയാണ്. ഇനി 11:43 വായിക്കുകയാണെങ്കിൽ നമുക്ക് ശലോമോൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ രഹബയാം അവന് പകരം രാജാവായി. ഒരു കുഴപ്പം കൂടെ ഉണ്ട്, ഇത് രണ്ടും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നതല്ലേ. അത് കേൾക്കുമ്പോഴും നമുക്ക് പ്രശ്നമുണ്ടെന്നുള്ളത് ഓർക്കണം. യൊരോബയാം രഹബയാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് 2 ആളുകളാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു വായനക്കാരന് മനസ്സിലാകുകയില്ല. അപ്പോൾ ഇത് 2ആയിട്ട് വിഭജിക്കപ്പെട്ടെന്നും വടക്കൻ സാമ്രാജ്യത്തിൻ്റെ തലപ്പത്ത് യൊരോബയാം, ജെറോബാം എന്ന് ഇംഗ്ലീഷിൽ പറയും. തെക്കൻ സാമ്രാജ്യത്തിൽ 2 ഗോത്രങ്ങളേ ഉള്ളൂ. റഹോബാം എന്നാണ് ഇംഗ്ലീഷിൽ. അത് ശലോമോൻ്റെ മകനുമാണ്. 12:21 കൂടെ വായിക്കുകയാണെങ്കിൽ 12-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വായിക്കുകയാണെങ്കിൽ രഹബയാം യെരുശലേമിൽ വന്ന ശേഷം ഇസ്രായേൽ ഗൃഹത്തോട് യുദ്ധം ചെയ്ത് രാജത്വം ശലോമോന്റെ മകനായ രഹബയാമിന് വീണ്ടും കൊള്ളേണ്ടതിന്. അപ്പോൾ ഇവർ തമ്മിൽ യുദ്ധമൊക്കെ തുടങ്ങി കേട്ടോ. യഹൂദയും ഇസ്രായേലും തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങൾ തുടങ്ങി. 2 തലസ്ഥാനമൊക്കെ മാറി. അതൊക്കെ അവിടെ ഇംപ്ലൈഡ് ആണ്. യെരുശലേമിൽ വന്നു എന്ന് പറഞ്ഞാൽ അതാണ് ക്യാപിറ്റൽ, മറ്റേത് ശേഖേം അല്ലെങ്കിൽ ശമരിയാണ് ക്യാപിറ്റൽ. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചത്? ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ കല്യാണമൊക്കെ വരുമ്പോൾ പറയും ഇത് യഹോവയാൽ സംഭവിച്ചു. എന്നാൽ ഇവിടെ നിന്ന് വായിച്ചേ 12:15 വായിച്ചു നോക്കിയേ. ഇതൊക്കെ ദൈവത്തിൻ്റെ കൈയാണ്.
കാരണം ദൈവമാണ് അവരെ കുറയ്ക്കാൻ തുടങ്ങിയത്. 12-15 ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല. യഹോവ ശീലോന്യയായ അഹിയാവ് മുഖാന്തരം നെബാത്തിന്റെ മകനായ യൊരോബെയാമിനോട് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു. ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു. 24 വാക്യം കൊണ്ടൊന്ന് വായിക്കുകയാണെങ്കിൽ അതേ അധ്യായത്തിൽ 12 നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുകയും അരുത്, ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവിൻ, ഈ കാര്യം എന്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു എന്നിപ്രകാരം ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു. എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഈ ഡിവിഷനും ഒക്കെ ദൈവത്തിന്റെ ഹിതത്താലാണ് സംഭവിച്ചത് എന്ന് അറിയണം. ഈ 12 മുതലുള്ള അധ്യായങ്ങളിൽ ഇനി പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സിൻ ഓഫ് ഇസ്രയേൽ. ഇസ്രയേൽ എന്ത് പാപമാണ് ചെയ്തത് എന്ന് നാം അറിഞ്ഞിരിക്കണം. അതായത് ശമരിയ കേന്ദ്രീകൃതമായിട്ട് 10 ഗോത്രങ്ങൾ, വടക്കൻ സാമ്രാജ്യം, ഇസ്രയേൽ. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് അത് വരാൻ വേണ്ടിയാണ്. അവരുടെ പാപം എന്താണെന്ന് ചോദിച്ചാൽ, അവർ തെറ്റായ ദൈവത്തിൻ്റെ പിന്നാലെ, യഥാർത്ഥ ദൈവമായ യഹോവയെ പരിചയപ്പെട്ട ആളുകളാണ്. അവരിപ്പോൾ കാളക്കുട്ടിയൊക്കെ പ്രതിഷ്ഠിച്ച് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി ദാനിലും ബഥേലിലുമൊക്കെ ലേവ്യരല്ലാത്ത പുരോഹിതന്മാരെയൊക്കെ ഏർപ്പെടുത്തി അന്യ ആരാധനയിലേക്ക് മാറുന്നു. 12-28 മുതൽ. ഓക്കെ. ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് 2 കാളക്കുട്ടിയെ ഉണ്ടാക്കി. നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി. കാര്യം മനസ്സിലാവുന്നുണ്ടോ? കാരണം ആകെ ഒരു ആലയമേ ഉള്ളൂ. യഹൂദന്മാർക്ക് സാമ്രാജ്യം എത്രയായാലും അത് യെരൂശലേം ദേവാലയമാണ്. ആരാധനയ്ക്ക് ജനം അങ്ങോട്ട് പോകും. അത് തടയാൻ വേണ്ടിയാണ് ഇവർ ഈ കാര്യം ചെയ്യുന്നത്. ഓക്കെ, വായിച്ചാട്ടെ. നിങ്ങൾ യെരൂശലേമിൽ പോയത് മതി. ഇസ്രായേലേ, ഇതാ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു. അവൻ ഒന്നിനെ ബഥേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. അപ്പൊ ഈ 2 പ്രതിഷ്ഠകളാണ് കൊണ്ടുവന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇവരാണ് നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് ജനത്തോട് പറയുകയാണ്. എന്നാൽ യഥാർത്ഥ ദൈവത്തെ അവർ മറക്കുന്നു. അടുത്ത വാക്യം. ഈ കാര്യം പാപഹേതുവായി തീർന്നു. ജനം ഒന്നിന്റെ മുമ്പിൽ നമസ്കരിപ്പാൻ ദാൻ വരെ ചെന്നു. ഇതിനെ നമസ്കരിക്കാൻ ദാൻ വരെ ചെന്നു. അവൻ പൂജാഗിരി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു. ലേവ്യരാണ് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ലേവ്യരല്ലാത്ത പുരോഹിതന്മാരെ നിയമിച്ചു. പിന്നെ ഇവിടെ കാളക്കുട്ടി ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരിക്കും അല്ലേ? കാളക്കുട്ടിയെ സേവിക്കാനായിട്ട് ലേവ്യരല്ലാത്ത പുരോഹിതന്മാരെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലിരിക്കുന്ന കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നിയിടത്തൊക്കെ പോയി പ്രാർത്ഥിക്കാൻ മേല, ഞാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് യെരൂശലേം ദേവാലയം. യഹൂദന് യെരൂശലേം ദേവാലയത്തിനോട് ഇത്ര ആസക്തി വരാനുള്ള കാരണം അതാണ്. ദൈവം തിരഞ്ഞെടുത്ത് കൊടുത്ത പ്രത്യേക സ്ഥലമാണ്. അപ്പോൾ അവിടെ ജനം പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടികളൊക്കെ ചെയ്തത്. ഇസ്രായേൽ ആരാധനയ്ക്ക് യെരൂശലേമിൽ പോകുക പതിവായിരുന്നു. എന്ന് പറഞ്ഞാൽ എവിടെയാണ് താമസിക്കുന്നെങ്കിലും അവർ ആരാധനയ്ക്കായിട്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് പോവുക പതിവായിരുന്നു. അത് ചിലരുടെ മനസ്സിലില്ലെങ്കിൽ നമുക്ക് അതൊന്ന് അറിയാനായിട്ട് ആവർത്തന പുസ്തകത്തിലേക്ക് ഓടി ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. ഇവിടെ തന്നെ പ്രാർത്ഥിക്കണം എത്ര വാശി, എത്ര നിർബന്ധം, ദൈവം എല്ലായിടത്തും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഈ വാക്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും അവൻ നീക്കിക്കളഞ്ഞ് നിങ്ങൾക്ക് സ്വസ്ഥത തരികയും നിങ്ങൾ നിർഭയമായി വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വായിച്ചോ. നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ, നിങ്ങൾ യഹോവയ്ക്ക് നേരുന്ന വിശേഷമായ നേർച്ചകളെല്ലാം എന്നിങ്ങനെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും നിങ്ങൾ കൊണ്ടുവരണം. എവിടെ? ഒരു പ്രത്യേക സ്ഥലത്ത്, തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത്. 13-ാം വാക്യം, 13-14 വാക്യങ്ങൾ. നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ഹോമയാഗം കഴിക്കാൻ, ആരാധിക്കാൻ അനുവാദമില്ല എന്ന് അറിഞ്ഞിരിക്കണം. ഇനി ധാരാളം വാക്യങ്ങളുണ്ട്. ദയവായിട്ട് 16-ാം അധ്യായമൊക്കെ എടുത്ത് വായിക്കുക. ഇനി ഓർമ്മയിൽ ഞാനൊരു പെട്ടെന്നൊരു കാര്യം കൊണ്ടുവരികയാണെങ്കിൽ 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ അവിടെ ഹന്നയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് പോവുക പതിവായിരുന്നു എന്നൊരു കാര്യം ഓർക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു പതിവ് അവർക്കുണ്ട്. പുതിയ നിയമ കാലഘട്ടത്തിൽ പോലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ പെന്തക്കോസ്ത് നാളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവരൊക്കെ എവിടെ ഉണ്ടായിരുന്നു? യെരൂശലേമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യെരൂശലേമിൽ പോയി പ്രാർത്ഥിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതിനെ വയലേറ്റ് ചെയ്തിട്ടാണ് ദാനിലും ബഥേലിലും ഒക്കെ
പൂജാഗിരികൾ ഉണ്ടാക്കുകയും കാളക്കുട്ടിയെ പ്രതിഷ്ഠിക്കുകയും ലേവ്യരല്ലാത്ത പുരോഹിതന്മാരെ ആക്കുകയൊക്കെ ചെയ്തത്. എല്ലാം കൂടെ ചുരുക്കത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. 1 രാജാക്കന്മാർ 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ് ഇപ്പോൾ വായിക്കേണ്ടത്. 1 രാജാക്കന്മാർ 14:16. ഈ രാജാക്കന്മാർ പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തു. പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്ത യൊരോബെയാമിന്റെ പാപനിമിത്തം അവൻ ഇസ്രായേലിനെ ഉപേക്ഷിച്ച് കളയും. ഇത് 20-ലധികം പ്രാവശ്യം ഈ പുസ്തകത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ദയവായിട്ട് നിങ്ങളത് വായിക്കണം. പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ വൺ തിങ്, ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവൻ ഇസ്രായേലിനെ ഉപേക്ഷിച്ച് കളഞ്ഞത്. 20-ലധികം പ്രാവശ്യം ഈ കാര്യം ആവർത്തിച്ച് പറയുന്നു എന്നുള്ള കാര്യം പ്രത്യേകം പഠിക്കുക. അതിൻ്റെ ഫലമായിട്ട് ദൈവത്തിൻ്റെ ന്യായവിധി വന്നു. ദൈവം പറയുന്നത് അനുസരിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധിയുണ്ട്. അതാണ് പിന്നെ നമ്മൾ കാണുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാട്ട്. 14-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള യഹോവ തനിക്ക് ഇസ്രായേലിൽ ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കും. അവൻ അന്ന് യൊരോബെയാമിന്റെ ഗൃഹത്തെ ഛേദിച്ചു കളയും. എന്നാൽ ഇപ്പോൾ തന്നെ എന്ത്? ഇസ്രായേൽ അശേര പ്രതിഷ്ഠകളെ ഉണ്ടാക്കി യഹോവയെ കോപിപ്പിച്ചതുകൊണ്ട് ഓട വെള്ളത്തിൽ ആടുന്നത് പോലെ അവർ ആടത്തക്കവണ്ണം യഹോവ അവരെ അടിച്ച് അവരുടെ പിതാക്കന്മാർക്ക് താൻ കൊടുത്ത ഈ നല്ല ദേശത്ത് നിന്ന് ഇസ്രായേലിനെ പറിച്ചെടുത്ത് നദിക്കക്കരെ ചിതറിച്ചു കളയും. അടുത്ത ലൈനും കൂടെ വായിച്ചു. പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്ത യൊരോബെയാമിന്റെ പാപനിമിത്തം അവൻ ഇസ്രായേലിനെ ഉപേക്ഷിച്ച് കളയും. ചിതറിച്ച് കളയും, ഉപേക്ഷിച്ച് കളയും. ആ വാക്കുകളാണ് കാണേണ്ടത്. ചിതറിച്ച് കളയും, അതാണ് ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ 2 ലൈൻസ് ഓഫ് കിങ്സ്, 2 രാജ്യങ്ങളായിട്ട്, 2 സാമ്രാജ്യങ്ങളായിട്ട്, 2 വരികളായിട്ടാണ് രാജാക്കന്മാർ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ യഹൂദയിൽ ആകെ 4 രാജാക്കന്മാർ ഭരണം നടത്തിയതായിട്ടാണ് കാണുന്നത് ഈ 80 കൊല്ലത്തിനകത്ത്. ആരൊക്കെയാണത്? രഹബയാം, അബിയാം, ആസ, യഹോശഫാത്ത്. ആ ചാർട്ടുകളൊക്കെ നോക്കി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുക. ഈ 4 രാജാക്കന്മാർ. ഇതിൽ ആസയും യഹോശഫാത്തും നല്ല രാജാക്കന്മാരായിരുന്നു. ഏതാണ്ട് 66 കൊല്ലം അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. 25 കൊല്ലം യഹോശഫാത്ത്, ആകെ 66 കൊല്ലം. 80 കൊല്ലത്തെ ചരിത്രത്തിൽ ഈ 4 രാജാക്കന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇസ്രായേൽ 8 രാജാക്കന്മാർ ഭരിച്ചു. ആരൊക്കെയാണ്? യൊരോബെയാം, നാദാബ്, ബയശ, ഏല, സിമ്രി, ഒമ്രി, ആഹാബ്, അഹസ്യാവ്. ഇവരെല്ലാം ദുഷ്ടന്മാരായ രാജാക്കന്മാരും ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ 2 ലൈനായിട്ട് 8 4 12 രാജാക്കന്മാർ ഭരിക്കുന്നതിൻ്റെ ചരിത്രമാണ് ഉള്ളത്. അവസാനമായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഏലിയാവിൻ്റെ ശുശ്രൂഷ 17 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ എന്താ കാണുന്നത്? ഏലിയാവിൻ്റെ ശുശ്രൂഷ രംഗം. ഏലിയാവ് എവിടെയായിരുന്നു? ഇനിയിപ്പോൾ നമ്മൾ ചോദിച്ചാൽ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഉടനെ എന്ത് പറയണം? യഹൂദയിലാണോ ഇസ്രായേലിലാണോ എന്ന് പറയണം. ഏലിയാവ് എവിടെയായിരുന്നു? യഹൂദയിലോ ഇസ്രായേലിലോ? ഇസ്രായേലിലായിരുന്നു. അത് മനസ്സിലാകാതെ ഇനിയുള്ള പുസ്തകങ്ങളൊന്നും മനസ്സിലാകുകയില്ല. കാരണം യഹൂദ ഒരു ലൈൻ, ഇസ്രായേൽ വേറൊരു ലൈനാണ്. അപ്പം 2ഇടത്തും പ്രവാചകന്മാർ വരും. ഏലിയാവിൻ്റെ ശുശ്രൂഷ രംഗം ഇസ്രായേൽ, അതായത് 10 ഗോത്രങ്ങളുള്ള വടക്കൻ രാജ്യത്തിലായിരുന്നു, യഹൂദയിൽ അല്ല. പുതിയ നിയമം ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരാമർശിക്കുന്ന ഒരു പ്രവാചകനാണ് ഏലിയാവ്. മർവ മലയിൽ മോശയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഇസ്രായേൽ പാപത്തിൽ ഇങ്ങനെ മുങ്ങി നിന്നപ്പോൾ ദൈവം ഇങ്ങനെ ഒരു ക്രൈസിസ് പ്രോഫറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്നൊരാളെ എടുത്ത് പ്രയോഗിക്കുകയാണ്. പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ദൗത്യം പൂർത്തീകരിച്ച് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു അല്ലേ? ഏലിയാവിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചോ മാതാപിതാക്കന്മാരെക്കുറിച്ചോ ഒന്നും നമ്മൾ വായിക്കുന്നില്ല. 17ന്റെ 1 വായിച്ച്. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബനായ ഏലിയാവ് ആഹാബിനോട്, അപ്പോൾ നേരെ ഒരു പ്രവാചകൻ ഇങ്ങോട്ട് വന്ന ആഹാബിനോട്. അപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെ ദൈവം ഷേപ്പ് ചെയ്തെടുത്തതെന്നുള്ളതൊന്നും ഇവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. ആൻഡ് വൺ ഫൈൻ മോർണിംഗ് 2 രാജാക്കന്മാർ 2:11 വായിക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചു? ഒരു അഗ്നിരഥം വന്ന് ചുഴലിൽ കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി പോകുന്നൊരു പ്രവാചകൻ. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ അദ്ദേഹം അപ്രത്യക്ഷമാകുന്നത് എങ്ങനെയാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു, ദൗത്യം പൂർത്തീകരിക്കുന്നു, പെട്ടെന്ന് അപ്രത്യക്ഷം. അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും
അഗ്ന്യാശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ഒരു പ്രത്യേക അനുഭവമല്ലേ, പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് ദൗത്യം പൂർത്തീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്രൈസിസ് പ്രോഫറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മൾ കാണേണ്ടതാണ്. യെശയ്യാവ് 49 അധ്യായത്തിൻ്റെ 2 വാക്യം നോക്കിയാട്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിൻ്റെ 2 വാക്യം, അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു, അവൻ എന്നെ മിനുക്കി അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു, അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. അപ്പോൾ ദൈവത്തിന് തക്ക സമയത്തെടുത്ത് പ്രയോഗിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ മിനുക്കിയ അമ്പുകളായിട്ട് ദൈവം വളരെ ഷാർപ്പ് വായൊക്കെയുള്ള ആളുകളെയൊക്കെ തൻ്റെ പൂണിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരെ തക്ക സമയത്തെടുത്ത് അവൻ പ്രയോഗിക്കും. ഏലിയാവ് പ്രോഫറ്റ് ഓഫ് ഡീഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രവർത്തിച്ച പ്രവാചകനാണ്, എഴുതിയ ആളല്ല. നമുക്ക് തീരെ പരിചയമില്ലാത്തത് എഴുതാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. യെശയ്യാവ് മുതൽ അങ്ങോട്ട് നോക്കിയാൽ എഴുതിയ പ്രവാചകന്മാരാണ്. അവരുടെ പ്രവൃത്തികൾ നമുക്ക് അത്രയും കാണാനില്ല. എന്നാൽ ഏലിയാവ് ഒന്നും എഴുതിയില്ല, പക്ഷെ വളരെയധികം കാര്യങ്ങൾ പ്രവർത്തിച്ചു. നമ്മുടെ മനസ്സിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ്. എഴുതിയവരെക്കാൾ ശ്രേഷ്ഠനായിട്ട് മർവ മലയിൽ പ്രവാചകന്മാരെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടത് ഏലിയാവാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും ചെന്നുപെടുന്ന ആളുകളെ വിടുവിക്കുന്നതിനായിട്ട് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന, ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്ന ശക്തമായ ആയുധങ്ങൾ ഇതുപോലെ ദൈവത്തിൻ്റെ പൂണിയിലുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ദൈവം അത്ര ശക്തനാണ്. ഗോഡ് ഓൾവേസ് ഹാസ് എ മാൻ ടു മാച്ച് ദി അവർ. സമയത്തിന് പറ്റിയ ആളുകളെ അവതരിപ്പിക്കുവാൻ ദൈവം ശക്തനാണ്. ഏലിയാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ഹി അനോയിൻറ്റഡ് 2 kings ആൻഡ് ട്രെയിൻഡ് അനദർ പ്രോഫറ്റ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു. ഒരു ശിഷ്യൻ, തന്നെക്കാൾ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച ഒരു ആളെ. ആരൊക്കെയായിരുന്നു രാജാക്കന്മാർ? ഹസായേൽ അരാമിന് രാജാവായി. 19 അധ്യായം 1 രാജാക്കന്മാർ 19 അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ വായിച്ചാൽ, ഇസ്രായേലിന് യേഹൂവിനെ രാജാവാക്കി, അരാം ഹസായേൽ രാജാവായി, ഏലീശയെ അടുത്ത നേതാവായിട്ട് പ്രവാചകനായിട്ട് മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹോലായിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീശായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. അപ്പം എലീശയെ പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തു. ഹസായേലിന്റെ വാളിനെ തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും, യേഹുവിന്റെ വാളിനെ തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും. ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, യേഹുവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, ഏലീശയെ അടുത്ത പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ദൈവത്തിനൊരു മനുഷ്യനിൽ കൂടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് വെളിപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് ഏലിയാവ് എന്ന് ഓർക്കുക. അപ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഗ്രഹിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഡെവലപ്പ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നമ്മൾ ആര് തന്നെ ആയിരുന്നാലും ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം വളർത്തിയെടുക്കണം. 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യവും മാത്രം ഒന്ന് നോക്കിയാട്ട്, 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ, 1 രാജാക്കന്മാർ 5-3-4 തൻ്റെ ദൈവമായ യഹോവ, എൻ്റെ ദൈവമായ യഹോവ എന്ന പ്രയോഗങ്ങൾ നമുക്ക് കാണാം. എൻ്റെ അപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽ കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഹേതുവായി തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്, തൻ്റെ ദൈവമായ യഹോവ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. 4-ാം വാക്യത്തിൽ, എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല, എൻ്റെ ദൈവമായ യഹോവ, എൻ്റെ ദൈവമായ യഹോവ. അങ്ങനെ ഈ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കാണാനായിട്ട് സാധിക്കും. 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം കൂടെ വായിച്ചാൽ, നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ, നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ. ഇങ്ങനെ ഈ ഒരു പ്രയോഗം നമുക്ക് ഒരുപാട് പ്രാവശ്യം ഈ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ പുസ്തകം നമ്മളോട് പറയുന്നത്, നിങ്ങൾ രാജാവായാലും കൊള്ളാം, സാധാരണ മനുഷ്യനായാലും കൊള്ളാം, ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം, എൻ്റെ ദൈവമായ യഹോവ എന്ന് പറയത്തക്ക തരത്തിൽ, എൻ്റെ ബലമായ യഹോവ എന്നൊക്കെ നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്ന പോലെ ഞാനും ദൈവം തമ്മിലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അത് വേണം. അതില്ലെങ്കിൽ നാം പാപത്തിൽ വീഴുവാൻ സാധ്യതയുണ്ട് എന്ന കാര്യമാണ് ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വചനങ്ങളാൽ ഈ പുസ്തകം പഠിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.